അനുദിന വചനവും വിചിന്തനവും. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ പറഞ്ഞു, അവനെ ബേൽസെബൂൽ ആവേശിച്ചിരിക്കുന്നു. പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാചുക്കളെ പുറത്താക്കുന്നത്. അവൻ അവരെ അടുത്ത് വിളിച്ച് ഉപമകൾ വഴി അവരോട് പറഞ്ഞു, സാത്താൻ എങ്ങനെയാണ് സാത്താനെ പുറത്താക്കാൻ കഴിയുക? അന്തചിത്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല, അന്തചിത്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല. സാത്താൻ തനിക്ക് തന്നെ എതിരായി തലയുയർത്തുകയും ഭിന്നിക്കുകയും ചെയ്താൽ അവന് നിലനിൽക്കുക സാധ്യമല്ല. അത് അവൻ്റെ അവസാനമായിരിക്കും. ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം. അതിനുശേഷമേ കവർച്ച നടത്താൻ കഴിയൂ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യമക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ല. അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയാകും. അവൻ ഇങ്ങനെ പറഞ്ഞത് തനിക്ക് അശുദ്ധാത്മാവുണ്ട് എന്ന് അവർ പറഞ്ഞതിനാലാണ്. സുവിശേഷ വിചിന്തനം. ക്രൈസ്തവ മിഷണറിമാർക്കുള്ള മനോഹരമായ ഒരു സന്ദേശമാണ് ഇന്നത്തെ സുവിശേഷം. അയച്ചവനിൽ പ്രത്യാശ വയ്ക്കുക. ഈശോ ദൈവരാജ്യ വിപുലീകരണത്തിനായി ഇന്ന് 72 പേരെ തിരഞ്ഞെടുത്ത് അവരുടെ ദൗത്യയാത്രയിൽ അവർ പാലിക്കേണ്ട പിന്തുടരേണ്ട നിയമങ്ങളും നിയന്ത്രണങ്ങളും വ്യക്തമാക്കുന്നു. ഒന്നാമതായി, വചനത്തോടുള്ള അനുസരണമാണ് ദൈവരാജ്യത്തിൻ്റെ വിപുലീകരണത്തിൻ്റെ മാനദണ്ഡം. ഈശോ തൻ്റെ ദൈവരാജ്യ ദൗത്യത്തിൽ പിതാവിൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തതുപോലെ തൻ്റെ ശിഷ്യരും തൻ്റെ വചനം കേട്ടനുസരിക്കുവാൻ ആവശ്യപ്പെടുന്നു. രണ്ടാമതായി, തൻ്റെ പരസ്യ ജീവിതത്തിൽ കഷ്ടതയുടെ പാതയിൽ ഈശോ ലോകത്തിൻ്റെ ലൗകിക സുഖങ്ങളിൽ ആശ്രയിക്കാതെ പിതാവായ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുകയും അവൻ്റെ പാത പിന്തുടരുകയും ചെയ്തു. ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചതുപോലെ ക്രിസ്തു ശിഷ്യരും ക്രിസ്തുവിൽ നിലനിന്ന് സമൃദ്ധമായി ഫലം പുറപ്പെടുവിക്കുവാൻ അവിടുന്ന് ആവശ്യപ്പെടുന്നു.